അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. നമ്മൾ ഈ ചാനലിൽ കൂടി മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാകും. അവർക്ക് ബാക്കടിച്ചു പോകാം. ആർക്കാണ് മരണത്തെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടം? ആർക്കും ഇഷ്ടമല്ല മരണത്തെക്കുറിച്ച് ഓർക്കാൻ. പക്ഷെ നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും, സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലതരത്തിലാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. എന്നും നമ്മുടെ കൂടെയുള്ളത് മരണം മാത്രമാകുന്നു. കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും ഓടുന്ന ഓട്ടത്തിലും ആളുകൾ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം. ആർക്കും ഇഷ്ടമല്ല മരണത്തെക്കുറിച്ച് ഓർക്കാൻ. അവസാനം സക്കറാത്തിന്റെ വേദനയിൽ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. പടച്ച റബ്ബ് എന്നേരം സമയം തരില്ല. എന്തിനാണ് നമുക്കൊക്കെ അഹങ്കാരം? ആളുകളൊക്കെ കിടുകിടാ വിറപ്പിച്ച ഒരു റൗഡി, ആ റൗഡി പോലും മരണത്തിന്റെ മുന്നിൽ മൗനമായി പോവുകയാണ്, അങ്ങ് മിണ്ടാതെ കിടക്കുകയാണ്. അതാണ് മരണം. നമ്മൾ ഇന്നലെ വരെ അഹങ്കരിച്ച് നടന്നവരാ, പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായി പോവുക, മരണപ്പെട്ടു പോവുക. ആ ഒരു സമയത്ത് നമ്മുടെ കൽബിൽ ഈമാൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ അവസാനം നന്നാക്കി തരട്ടെ. ആരും ചിന്തിക്കുന്നില്ലാന്നേ, മരണത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അത് നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ ചിന്തിക്കാൻ. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പടച്ച റബ്ബ് തന്നെ ഒരുപാട് മരണങ്ങൾ നമ്മുടെ മുന്നിൽ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കാണാനും ഓർക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് മനസ്സില്ല. ഇതാണ് മലപ്പുറം ജില്ലയിലെ മമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി ഹാഷിം മരണപ്പെട്ടു. ഇന്ന് കുറച്ചു മുമ്പ് വരെ ആരോഗ്യത്തോട് ഓടി നടന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു അസുഖവുമില്ല, എല്ലാത്തിനും ഓടിച്ചാടി മുന്നിൽ നിൽക്കുന്ന ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ലൊരു ദീനി പ്രവർത്തകൻ. ഇങ്ങനെ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ച് അതൊരു വലിയൊരു യാത്രയാണ്. ഹാഷിമിന്റെ മരണം പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാനായില്ല. എല്ലാം പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞു വന്നതിന് ശേഷം പെട്ടെന്ന് ചെറിയൊരു തലവേദന വന്നതാ. അങ്ങനെ ആ തലവേദന അസഹനീയമാവുകയും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ പൊന്നുമോന് തലച്ചോറിലെ ബ്ലീഡിംഗ് കാരണം എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര സർജറി വേണമെന്ന് അവിടെ നിന്ന് ആവശ്യപ്പെടുകയാണ്. സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹാഷിമിന്റെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ പൊന്നുമോന് വിധിയോട് പൊരുതി ഇന്ന് രാവിലെ അവൻ പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതം. അതാണ് നമ്മളൊക്കെ ഓർക്കാത്തത്, ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത്. ഞാൻ വിചാരിച്ചിരുന്നോ ഞാൻ ഈ ഇരിപ്പിൽ മരണപ്പെട്ടു പോകുമെന്ന്? ഇല്ല. ആ ഒരു സമയം വരെ നമ്മൾ എന്താണോ ചെയ്തത് അതാണ് നമ്മുടെയൊക്കെ ഖബറിലേക്ക് എത്തുക. സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ആ പൊന്നുമോന് തലവേദന അനുഭവപ്പെടുന്നത്. ഇന്നലെ ആശുപത്രിയിൽ എത്തുകയും ഇന്ന് മരണപ്പെടുകയും ചെയ്തു. നമ്മുടെ അവസാനം നന്നാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. നല്ല നല്ല പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുക. അത് പറയുമ്പോൾ ചിലർക്ക് ചിരിയാണ് വരിക. ചിരിച്ചോ, ചിരിക്കുന്നവരൊക്കെ ചിരിച്ചോ, അവസാനം വരെ ഈ ചിരി കാണണം. ഇന്നലെ വെറുമൊരു തലവേദനയായിരുന്നു, ഇന്ന് ആ പൊന്നുമോന് ഖബറിലായി. വെറുമൊരു സാധാരണ തലവേദന ആ പൊന്നുമോന്റെ ജീവനെടുത്തു. നാളെ എല്ലാ നിലയിലും ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിക്കേണ്ട മോനായിരുന്നു. ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയായിരുന്നു. ആ മോനെക്കുറിച്ച് പറയാൻ ആളുകൾക്ക് 100 നാക്കാണ്. എല്ലാവർക്കും നല്ലത് മാത്രമേ ആ മോനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഓരോ യാസീൻ വീതം ഓതി ആ പൊന്നുമോന്റെ ഖബറിലേക്ക് എത്തിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഖബറിൽ കിടക്കുന്നവർക്ക് സന്തോഷമുണ്ടാക്കും. അത്രമാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. നമ്മളൊക്കെ ഓടിച്ചാടി നടക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഏത് പ്രായത്തിലാണ് മരണപ്പെട്ടു പോവുക, ഏത് സമയത്താണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, ആർക്കും പ്രവചിക്കാൻ പോലും പറ്റില്ല. പടച്ച റബ്ബ് മരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ. വേറെ ആളുകളെയൊക്കെ അത്ഭുതപ്പെടുത്തിയൊരു മരണമായിരുന്നു ഈ ഒരു മഅദനി ഉസ്താദിന്റെ മരണം. ആ ഒരു വീഡിയോ സഹിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു. ആളുകൾ പറയുന്നത് ഇന്നത്തെ കാലത്തും ഇങ്ങനെ ഒരു മരണമോ എന്ന്. ഹദീസിലൊക്കെ കാണുന്ന മരണം, ആ മരണം ഇന്നത്തെ കാലത്തെ നമ്മുടെയൊക്കെ കണ്ണിൽ കാണിച്ചുകൊണ്ടാണ് ആ ഉസ്താദ് റബ്ബിലേക്ക് മടങ്ങിയത്. ഹദീസിൽ പറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കില്ല. ഓരോരുത്തരുടെയും മുന്നിൽ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വിട പറഞ്ഞു പോയത്. ആ ഉസ്താദിന്റെ അവസാനം എങ്ങനെയായിരുന്നു? ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ മരണപ്പെടുക. ഇന്ന് ആളുകൾ പലതരത്തിൽ മരണപ്പെടുമ്പോൾ ഇതുപോലുള്ള മരണം ഒരു അത്ഭുതം തന്നെയാണ്. സ്റ്റേജിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോവുകയാണ്. കല്യാണവേദിയിൽ പാട്ടും കൂത്തുമായി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ടു പോവുകയാണ്. എന്തൊരു സുന്ദരമായ സുഖകരമായ മരണമാണ് കർണാടകയിലെ അബ്ദുൽ ലത്തീഫ് മഅദനി ഉസ്താദിന്റെ ആ ഒരു മരണം. അതായത് ഇന്നലെ
ചൊവ്വാഴ്ച വൈകിട്ട് അസർ ബാങ്ക് വിളിക്കുന്നതിനിടെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പൂർത്തിയാക്കിയതിന് ശേഷം വഫാത്തായി. ഇദ്ദേഹത്തിന്റെ മരണം ഈ ദുനിയാവിലെ ആളുകളുടെയൊക്കെ ഹൃദയങ്ങളിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ എന്താ ഒരു മരണം, ആരും ഒന്ന് കൊതിക്കുന്ന മരണം. അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ച് നിസ്കാരത്തിന് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് റസൂലുള്ളാന്റെ പേര് ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം. പടച്ചറബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പടച്ചറബ്ബേ, ഉസ്താദിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആഖിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. വേറെയേറെ വേദനയോടെ നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ ഒരു സഹോദരിയുടെ മരണമാണ്. കോഴിക്കോട് പന്നിയങ്കര ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുടെ ഭാര്യ സുലൈഖ ബീവിയുടെ മരണം. ഇന്നലെ രാത്രി പെട്ടെന്നുണ്ടായ അസുഖത്തിലാണ് ഈ ഒരു സഹോദരി പടച്ചറബ്ബിലേക്ക് മടങ്ങിയത്. കോഴിക്കോട് അലങ്കാർ ഓഡിറ്റോറിയത്തിന് പിൻവശം NC മൻസിലിലാണ് ഇവരുടെ താമസം. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NC കരീമിന്റെ ഭാര്യയാണ് ഇവര്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട്. നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മരണപ്പെട്ടു പോയവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവർ ഈ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ കുടുംബത്തിന്റെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.